ഹലോ, ഞാൻ ലിബില്ലി. അപ്പം ഞാൻ ഇന്നിപ്പോൾ അങ്കമാലിലെ ഒരു ഹോട്ടൽ, അത് സെയ്ത്തൂൺ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അങ്കമാലിയിൽ നിന്ന് കാലടിക്ക് പോകണ വഴിക്ക് LF ഉണ്ട്. അങ്കമാലി തന്നെയാണ് LFിൻ്റെ അകത്തോട്ടുള്ള ഗേറ്റ്, അതായത് രണ്ടാമത്തെ അങ്കമാലിയിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ഗേറ്റ്, അകത്തോട്ടുള്ള ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഹോട്ടലാണ് സെയ്ത്തൂൺ ഹോട്ടൽ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്തായാലും ഇതാണ് അവിടുത്തെ കടായി ബിരിയാണി. കാരണം ബിരിയാണിയിൽ നിന്ന് ഞാൻ ഇന്നലെയാണ് വീഡിയോ കണ്ടത്. ഞാൻ അപ്പോൾ ബിരിയാണി കഴിയുമ്പോൾ സലാഡ് എക്സ്ട്രാ ചോദിച്ചപ്പോൾ അവർ 2 സലാഡ് തന്നു, പിന്നെ ഒരു രൂപയുടെ അച്ചാർ. ഇതാണ് ഒരു മെനേഡുള്ളത്. കാരണം ഈ പാഴത്തിൽ വാങ്ങുമ്പോൾ ഈ 1 രൂപയുടെ ഈ അച്ചാർ എന്നതാണ് എനിക്ക് ഇഷ്ടകരമായിട്ട് തോന്നിക്കുന്നത്. പിന്നെ എന്തായാലും ബിരിയാണി നല്ല കിടിലം ബിരിയാണി ഞാൻ കഴിച്ചതിൻ്റെയൊക്കെ പറയാം. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഈ ബിരിയാണിനെ പറ്റി കേൾക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും പോയി വാങ്ങണമെന്ന് വിചാരിച്ച് വാങ്ങി. ബിരിയാണി തുറക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അത് ചെറുതായിട്ടൊന്ന് നോക്കിയപ്പോൾ നല്ല സ്മെല്ലുണ്ട്. കാരണം അതിൽ പറഞ്ഞ പൗഡറിൻ്റെ എന്തോ പൊടികളുടെ ഇതൊക്കെ സ്മെല്ലൊക്കെയാണ്. എന്തായാലും കിടിലായിട്ട് തോന്നി. എന്തായാലും സാധനം വാങ്ങി നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രം എടുത്തു. സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഞാൻ കഴിക്കാറുള്ളത്. ഞാൻ എന്തായാലും സാധനം വാങ്ങി പാകത്തിൽ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പാത്രത്തിൽ വെച്ച് കമഴ്ത്തി 2 കൊട്ട്, എല്ലാ റൈസും പോകണമല്ലോ. അപ്പോൾ 2 കൊട്ട് കൊട്ടി സാധനം തുറന്നേക്ക് പോയില്ല. ഒന്നര കൂടിയിട്ട് എന്തായാലും പോട്ടെ. കാരണം നല്ല നീളം മാരിയ നല്ല രസമുണ്ട്. എന്തായാലും നല്ല സ്മെല്ലാണ് ഈ സാധനത്തിൽ നിന്ന് തോന്നുന്നത്. അതേപോലെ തന്നെ ഇതിൽ 3 ചിക്കൻ്റെ പീസുകളുണ്ട്. 3 നല്ല ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 220 രൂപയാണ് ഒരു ബിരിയാണിക്ക്. കുഴപ്പമില്ല. എന്തായാലും കഴിച്ചിട്ട് ഹലോ. അപ്പോൾ ബിരിയാണി കഴിച്ചു. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും കിട്ടിയ പോലെ തന്നെയായിരുന്നു. എന്തായാലും നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളും എനിക്ക് ബിരിയാണിയിൽ നിന്ന് കിട്ടി. കാരണം അത് കഴിച്ചപ്പോഴായാലും അതിൽ പറഞ്ഞ പൊടികളുടെയൊക്കെ തന്നെയാണ്. കാരണം എന്തായാലും നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും മറ്റേ നീളൻ അരി, അതേപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ എല്ലാം നല്ല കിട്ടി. 3 ചിക്കൻ്റെ പീസുകളുണ്ടായിരുന്നു. 3 നല്ല അത്യാവശ്യം നല്ല ബോൺലെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും കൊള്ളാം. എന്തായാലും ഇഷ്ടപ്പെട്ടു. എന്തായാലും പിന്നെ 220 വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. കാരണം 220, പക്ഷെ അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും. കാരണം അതിൽ ഒരുപാട് പൗഡറും കാര്യങ്ങളൊക്കെ പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കുള്ളൂ ഈ സാധനത്തിന് ഇങ്ങനെ ഇത്ര ഒരു ടേസ്റ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പൊടികളുടെ ഇത് തന്നെയാണ്. എന്തായാലും കഴിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കഴിക്കുക. കാരണം എന്തായാലും ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് തോന്നിയത് അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ കൂടുതൽ കുറ്റവും പറയാനില്ല, ഒന്നും പറയാനില്ല. എന്തായാലും വ്യത്യസ്തമായൊരു ബിരിയാണി. ഇനിയും ഇതേപോലെ ബിരിയാണികൾ വീഡിയോസ് കാണട്ടെ, കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ പോയി കാണും. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് അടുത്തത് കഴിക്കാൻ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞൊരു ബിരിയാണി ഉണ്ട്. അത് എവിടെയാണ് കിട്ടണേന്നൊന്നും മനസ്സിലായില്ല. അന്ന് കണ്ട് കോഴിക്കോട് കാണാ, അവിടം വരെ പോയി എന്തായാലും കഴിക്കില്ല. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് എറണാകുളം ജില്ലയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. എന്തായാലും ഇനി കുട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞ സംഭവം അടുത്തത് കഴിക്കണം. അപ്പോൾ ഇനി തുടങ്ങി ഇങ്ങനെ ആയിരിക്കും. കാരണം ഓരോരോ വ്യത്യസ്തമായ ബിരിയാണികൾ എന്തായാലും കഴിച്ച് നോക്കണം. എന്തായാലും ഇത്രയും നാൾ നമ്മൾ വെറുതെ കഴിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്ത കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ചെയ്യണം. എന്തായാലും സെയ്ത്തൂൺ അങ്ങനെയാണ് ആ ഹോട്ടലിൻ്റെ പേര്. അങ്കമാലിലെ ഹോട്ടൽ സെയ്ത്തൂൺ. നമ്മളെ ഒരു കൂട്ടുകാരൻ്റെ കടയാണ്. എന്തായാലും കഴിക്കാൻ പറ്റുന്നവരൊക്കെ കഴിക്കുക, അത്രയും പറയാനുള്ളൂ. എന്തായാലും നിരാശപ്പെടുത്തില്ല, ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ശരി അപ്പോൾ.